പട്ടിപ്പണിയും നക്കാപ്പിച്ച ശമ്പളവും വാങ്ങിയിട്ട് നമ്മുടെ ഡെയിലി ചിലവുകൾ നടത്തിക്കൊണ്ട് പോകാം എന്നതല്ലാതെ നമുക്കൊരു ഗ്രോത്തോ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തോ ഒരു സെറ്റിൽമെൻ്റ് ഒന്നും ഈ പ്രൈവറ്റ് ജോബിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അതൊരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ തന്നെ ഷോപ്പുകളിൽ, ഫാൻസി ഷോപ്പിലും ഈ തുണിക്കടയിലും സ്റ്റേഷനറി ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ നോക്കിയിട്ടില്ലേ, ചില ചേച്ചിമാരൊക്കെ നോക്കിയിട്ടില്ലേ, അവരുടെയൊക്കെ ദിവസ ശമ്പളം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു 120 രൂപയൊക്കെ ആയിരിക്കും. നിങ്ങൾ ഇറങ്ങിയൊന്ന് ചോദിച്ചു നോക്കുക, നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് സ്കൂളുകളിൽ മാസം വെറും 4000-നും 5000-നൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അതായത് ഈ PG BEd ഒക്കെ കഴിഞ്ഞിട്ട് വെറും 4000 രൂപയ്ക്ക് പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് നമ്മുടെ നാട്ടിൽ. 8000-നും 9000-നൊക്കെ ഹോസ്പിറ്റലുകളിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 12000-നും 15000-നും 18000-നൊക്കെ നമ്മുടെ നാട്ടിലെ ഷോറൂമിലും മറ്റെന്തൊക്കെയോ പ്രൈവറ്റ് സെക്ടർ ജോലികളൊക്കെ ചെയ്ത് ഡെയിലി ലൈഫ് ഇങ്ങനെ തള്ളി നീക്കാം. അതായത് EMI അടയ്ക്കാം, ഫുഡ് കഴിക്കാം, ചിലവുകളൊക്കെ കഴിഞ്ഞു പോകാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത്